നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം ആ തണൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നത് ആളുകൾക്കൊക്കെയും ഒരു ചെറിയൊരു വാക്ക്, സമാധാനത്തിന്റെ ഒരു വാക്ക് അത് കിട്ടുക. തങ്ങൾ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ ഈ മഹാന്മാരെ, നമ്മുടെ സഖാഫിയ റാത്തീബിന്റെ മശായിഖന്മാരൊക്കെ മുൻനിർത്തി നമ്മൾ പറയുന്നു, എന്നല്ലാതെ വേറെ നമ്മളെ കയ്യിൽ എന്തുണ്ട് എന്ന് എപ്പോഴും പറയാറുണ്ട്. താഴ്മയുടെ ഒരു വാക്ക്. അപ്പോ ആ പറയുമ്പോൾ നീ പേടിക്കണ്ട, വിഷമിക്കണ്ട, ഇത് മാറുമെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ അത് തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും. ആ ഒരു വാക്കിന് അത്രയും വിലയുണ്ട്. നമുക്കറിയാം, നമ്മുടെ മജ്ലിസിന്റെ ഒക്കെ വലിയ സഹകാരി ലത്തീഫ് തൊട്ടടുത്ത്, മജ്ലിസിന്റെ തൊട്ടടുത്ത് ഇപ്പൊ വീട് വെച്ചു. തോംബെ ലത്തീഫ് സൗദിയിൽ നമ്മൾ പോയപ്പോഴൊക്കെ ആ സമയത്ത് അദ്ദേഹം അവിടെ സൗദിയിലുണ്ടായിരുന്നു. തങ്ങളുടെ സ്ഥാനം സ്വീകരിക്കാനും നമ്മളെ സ്വീകരിക്കാനൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ഇപ്പൊ ചെറിയൊരു ബ്ലോക്ക് വന്നിട്ട് റെസ്റ്റിലാണ്. അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ. ആജിലായ കാമിലായ താമായ ശിഫ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മജ്ലിസിനെ വല്ലാതെ നെഞ്ചിലേറ്റുന്ന ആളുകളാണ് അവരൊക്കെ. തങ്ങളുടെ ഉസ്താദിന്റെ ഒരൊറ്റൊരു വാക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലോക്ക് വന്ന് മൈസൂരിൽ നിന്നും ഡോക്ടർമാർ പറഞ്ഞത് 1/2 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ആള് പ്രശ്നമാണ്, പ്രയാസമാണ്, കൈവിട്ടു പോകും എന്ന് പറഞ്ഞു. വലിയ പേടിപ്പിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, ആളുകളൊക്കെ ഇവിടെ, കുടുംബക്കാരൊക്കെ ഇവിടെ മൈസൂരിൽ ജോലിക്ക് പോയോടുത്ത് അവിടെ എന്ത് ചെയ്യാൻ? പെട്ടെന്ന് തങ്ങൾ ഉസ്താദിനെ വിളിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമ്മുടെ മശായിഖന്മാരെ ബർക്കത്തുകൊണ്ട് ഒന്നും സംഭവിക്കൂല, നീ നേരെ മംഗലാപുരത്ത് വാ, ഞാൻ അവിടെ എല്ലാ ഏർപ്പാടും ചെയ്യാം. എന്നോട് ലത്തീഫ് പറഞ്ഞു. തങ്ങൾ ഉസ്താദ് വിഷയം പറഞ്ഞിട്ടില്ല. ലത്തീഫിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ലത്തീഫ് പറഞ്ഞ വിഷയമാണ്. അപ്പൊ എങ്ങനെ മംഗലാപുരത്ത് എത്തിയെന്ന് തന്നെ അറിയില്ല. ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമാണ്. കാരണം 1/2 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 100% ബ്ലോക്ക് ആയിക്കൊണ്ടും മാറുന്നൊരു സാഹചര്യമാണ്. ജീവിതം തന്നെ വലിയ പ്രയാസമുള്ളൊരു സംഗതിയാണെന്ന് പറഞ്ഞു. പക്ഷേ അൽഹംദുലില്ലാ ഇവിടെ അതിന് വേണ്ട ഏർപ്പാടും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ റഹീം മജ്ലിസിന്റെ തന്നെ വലിയ സഹകാരി റഹീം, അദ്ദേഹമാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തത്. തങ്ങൾ ഉസ്താദ് വിളിച്ചു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ട ICUയിലേക്ക് കയറ്റി ആ ബ്ലോക്ക് എടുത്തു മാറ്റി. അൽഹംദുലില്ലാ ഇന്ന് സുഖം, സന്തോഷത്തോടു കൂടി വീട്ടിലിരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ ആ സമയത്തുള്ള ഒരു ഇടപെടലും ആ ഒരു വാക്കുകളും ഇതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ. അതേപോലെ തന്നെ നമുക്കറിയാം, തങ്ങൾ ഉസ്താദിന്റെ വലിയ സഹകാരികളാണ് നമ്മുടെ കല്ലൂരാവി ഖാദിറാജി, അതുപോലെ നമ്മുടെ അന്താജി പള്ളിക്കര പാലക്കുന്ന് അന്താജി, അവരൊക്കെ തങ്ങൾ ഉസ്താദിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ, മജ്ലിസിന് വേണ്ടി എന്തും ചെയ്യാൻ ഇടത്തും വലത്തും നിന്ന് സഹകരിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കും. എന്ത് വിഷമമുണ്ടെങ്കിലും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഹസ്ബുള്ള തളങ്കര, നമുക്കറിയാം, ഞാൻ കണ്ടു വാട്സപ്പിലൊക്കെ തങ്ങൾ ഉസ്താദ് ചെന്നപ്പോൾ എല്ലാ വിഷയത്തിലും തങ്ങൾ ഉസ്താദിനോട് കൂടെ നിന്ന് സഹകരിക്കുകയും ഇങ്ങോട്ട് ഒരുമിച്ചാണ് വന്നത്. അൽഹംദുലില്ലാ ഇന്ന് ഈ സഖാഫിയ റാത്തീബിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്നലെ വന്ന് അവർക്കും വന്ന യാത്രാക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മജ്ലിസിനോടുള്ള സ്നേഹം, സയ്യിദന്മാരോടുള്ള മഹബ്ബത്ത്, ശറഫു സാദാത്തിനോടുള്ള ഹുബ്ബ്, അതാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒന്നിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എണീറ്റ് നിന്നത് തന്നെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ വീട്ടിൽ നാളെ പൈതമക്കൾ ആണ്ട് നേർച്ച ജമലുല്ലൈലി സദാത്തിയുടെ ഉറൂസ് മുബാറക്ക് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ, മറ്റന്നാളെ, ഞായറാഴ്ച, വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിൽ നടക്കുന്ന മഹത്തായ പ്രോഗ്രാം ഉറൂസ് മുബാറക്ക്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം. അതിനുവേണ്ടി ക്ഷണിക്കാൻ വേണ്ടി എണീറ്റ് നിന്നതാണ്. എല്ലാവരും കഴിയുന്നവരൊക്കെ ആ മജ്ലിസിൽ വന്ന് പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ആ സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇന്ന് ഞാൻ ഒരിക്കലും വരേണ്ടതല്ല, പക്ഷെ തങ്ങൾ ഉസ്താദ് ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ എന്തായാലും കാണണം, അവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് വന്ന് കാണണം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും ഒക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേസറോട് ഉസ്താദിനെ പ്രഭാഷണത്തിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണിച്ച് നിർത്തുന്നു.
بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى صدق الله مولانا العلي العظيم اللهم بارك لنا في رجب وشعبان وبلغنا رمضان صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني السلام عليكم ورحمة الله وبركاته سلام بركاته قاتل السلام عليكم ورحمة الله وبركاته ഞാൻ പറഞ്ഞത്ര തന്നെ പറയണം റഹ്മത്തുള്ളാഹി വബറകാതുഹു ഒക്കെ പറയണം. അതാര് പറഞ്ഞാണ്? ബഹുമാനപ്പെട്ട സർഫുസ്സാദാത്ത് തങ്ങൾ പറഞ്ഞല്ല. തങ്ങളിൽ നമ്മളെല്ലാം പടച്ച റബ്ബായ അല്ലാഹു പറയാണ്, വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ. അല്ലാഹു പഠിപ്പിക്കുകയാണ് സലാം പറയേണ്ടത് എങ്ങനെ, മടക്കേണ്ടത് എങ്ങനെ. നിങ്ങൾക്ക് തഹിയ്യത്ത് അഥവാ സലാം പറഞ്ഞാൽ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിന് ഫഹയ്യു ബിഅഹ്സന മിൻഹാ, ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാളും കുറച്ച് മെച്ചമാക്കി നന്നാക്കി പറയണം. ഇപ്പൊ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി എന്ന് കൂടി കൂട്ടി പറയണം. സലാം പറയുന്ന ആൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാലോ, മടക്കുന്ന നമ്മൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സലാം പറയുന്ന ആള് മൂന്നും പറഞ്ഞാലോ, അതേ മൂന്നേ പറയാം. ചില ആള് ജന്നത്തും മഗ്ഫിറത്തും ഒക്കെ പറയാം. അങ്ങനെ ഇവിടെ ഇല്ല. അത് അവരെ വക സ്വന്തം കുറച്ച് ആൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോ അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇവിടെ ഒരു സ്വലാത്ത് ഉണ്ടായില്ല, ഇപ്പൊ എന്തില്ലേ. അപ്പം പറഞ്ഞു ഇപ്പൊ നിർത്തിയിനി. അടക്കന്റെ കച്ചവടം നിർത്തിയ പോലെ അടക്ക കച്ചവടം നിർത്തിയിട്ട് മരത്തിന്റെ കച്ചവടം തുടങ്ങി എന്നൊക്കെ പറയില്ല. അപ്പൊ യോരും മനസ്സിലാക്കി എന്തോ ഒരു കച്ചവടമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളുടെ ഒരു അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, ഹിമ്മത്ത്, ഇസ്സത്ത്, ഖബൂലിയത്ത് അല്ലാഹു കൊടുത്തു നിലനിർത്തിത്തരുമാറാകട്ടെ. പലരും തുടങ്ങുന്നു, അവസാനം തുടങ്ങിയ ആളെയും കാണുന്നില്ല, തുടങ്ങിയപ്പെട്ടതും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഞാനിപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ മുമ്പിൽ വരാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 40 കൊല്ലം കഴിഞ്ഞു. സൈദ്യം ഇറങ്ങിയിട്ടുണ്ട് 40 വർഷമായി. ഈ വർഷത്തിന്റെ ഇടയിൽ പലരും പലതും തുടങ്ങുന്ന കാണുന്നു, പിന്നെ തുടങ്ങിയ വസ്തു ഇല്ല, തുടങ്ങിയ ആളെയും കാണുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങൾ അവർകൾ അൽഹംദുലില്ലാഹ് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഉണർത്തിയതുപോലെ ഈ നാട്ടുകാരനായ വേറെ ആരെ കൊണ്ടും പറയിപ്പിച്ചെന്ന് പറയാം. നാട്ടുകാരങ്ങനെ പറയാൻ നിൽക്കൂല. വേറെ ആരെങ്കിലും ഇവിടുന്ന് ഒരാളെ കൊടുത്തിട്ട് കോഴിക്കോടുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ കൊടുത്തിട്ട് പറയിപ്പിച്ച് അയാൾ പോയി എന്തും കൊടുത്തു. നാട്ടുകാരാകുമ്പോൾ അങ്ങനെയല്ല. ഒരു നാട്ടുകാരനെ പറ്റി പറയുന്നത് 100% അത് ശരിയാണ്. അങ്ങനെ കുറെ കാര്യം മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹ് ഇവിടെ തുടങ്ങിയതും ഞാൻ താമസിക്കുന്ന KC റോഡിന്റെ അടുത്ത് മുടിപ്പിൽ തുടങ്ങിയ അജു പാർക്ക്, അവിടുത്തെ പരിപാടികളും സ്ഥാപനങ്ങളും, ഇപ്പോൾ അത് മനോഹരമായൊരു പള്ളി തന്നെ ആ ടൗണിലും പരിസരത്തൊക്കെ ഇങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലുള്ള മസാജിദുകളൊക്കെ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെ, നുജൂമുകളെ പോലെ
ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ പള്ളികൾ ഈ ഭൂമിന്റെ നക്ഷത്രങ്ങളാണ്. അങ്ങനെ അവിടെ പ്രകാശിക്കുന്നത് കാണാം. ആ പള്ളിയും അള്ളാഹു എല്ലാം ബർക്കത്തിലാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ നടന്നുകൊണ്ടായിരുന്നു. അപ്പൊ ഒരു മൊയിലാറ് വന്നപ്പോ അതിന് കുറച്ച് കൂട്ടി കൊടുത്തു. അയാളെ വക മുമ്പുള്ളതിനേക്കാളും കുറച്ച് കൂട്ടി കൊടുത്തു. അയാൾ 2-3 കൊല്ലം പോയി വേറെ ഒരു മൊയിലാറ് വന്നു, കുറച്ച് അയാളും കൂട്ടിക്കൊടുത്തു. അവസാനം നോക്കുമ്പോ കൂട്ടിക്കൂട്ടിയിട്ട് നാട്ടുകാർക്ക് ആർക്കും ചെല്ലാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ ശരിക്കും